മടിച്ചുകൊണ്ട് ഡേവിൻ്റെ കൂടെ പുറകിലെ സീറ്റിലേക്ക് ഇരുന്നു. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടും ആ ടെൻഷൻ കണ്ടതും ഡേവിഡിന് ചിരി വന്നു. ഹെടോ, ഒന്ന് ശ്വാസം വിട്, കൂളായിരിക്കടോ, ഡേവിഡ് ചിരിച്ചുകൊണ്ട് ആവണിയോട് പറഞ്ഞു. അപ്പോൾ അവൾ ചെറുതായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആവണി മാത്രമല്ല, ഡേവിഡും അവളെ നോക്കിക്കൊണ്ടിരുന്നു. ആ നോട്ടം ഒരുപാട് അവരെ തമ്മിൽ അടുപ്പിച്ചു. അപ്പോഴാണ് ഡ്രൈവർ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടുന്നത്. രണ്ടാളും മുമ്പിലേക്ക് പോയി. ആവണിയുടെ തല സീറ്റിലിടിക്കാതിരിക്കാൻ ഡേവിഡ് അവൻ്റെ കൈ മെല്ലെ തലയുടെ മേലെ വെച്ചു. സോറി സർ, ഒരു പട്ടിയിടയിൽ കയറി വന്നു, ഡ്രൈവർ പറഞ്ഞു. ആ ഓക്കെ, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കൂ താൻ എന്ന് ഡേവിഡും ഡ്രൈവറോട് പറഞ്ഞു. താൻ ഓക്കെ അല്ലാടോ എന്ന് തല തടവി കൊടുത്തുകൊണ്ട് ഡേവിഡ് ചോദിച്ചു ആവണിയോട്. ഡേവിഡ് തൻ്റെ തല തഴുകുമ്പോൾ നോ എന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള കരുതൽ കാണായിരുന്നു, ഇഷ്ടം കാണായിരുന്നു അവൾക്ക്. അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവൾ അങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അവൾക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ചിന്ത. ഡേവിഡ് അവൾക്ക് ആരാണ് എന്ന ചോദ്യം അവളുടെ ഉള്ളിലാകെ നിറഞ്ഞു നിന്ന് ഒരു ഉത്തരവില്ലാത്ത ചോദ്യമായി. ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ആഗ്രഹിച്ചു പോവാണല്ലോ താൻ എന്നോർത്ത് വേവലാതിയായിരുന്നു അവൾക്ക്. സാറിന് തന്നോട് അങ്ങനത്തെ വല്ല ഇഷ്ടവും ഉണ്ടെങ്കിൽ സാറായിട്ട് വന്ന് പറയട്ടെ, അല്ലാതെ താനായിട്ട് ഒന്നും ചെയ്യില്ലെന്നും സാറിന് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ ഒന്നും കൊടുക്കില്ല എന്നും അവൾ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത നിമിഷം തന്നെ അവളുടെ മനസ്സിൽ അഞ്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അവൾക്ക് സാറിന് ഇഷ്ടമാണെന്ന് അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ താൻ ഇങ്ങനെ ചിന്തിക്കുന്നതെല്ലാം തെറ്റല്ലേ എന്ന്. കൂടപ്പിറപ്പ് പോലുള്ള തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ താൻ ചതിക്കുകയല്ലേ? ഇനി സാറ് വന്ന് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? സാറിൻ്റെ കണ്ണിൽ നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ തനിക്ക് ആവില്ലല്ലോ. അഞ്ജുവിനെ വിഷമിപ്പിക്കാനും അതുപോലെ തന്നെ. അങ്ങനെ ആവണി ഓരോന്നാലോചിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങി. ഇടയ്ക്ക് ആവണിയെ ശ്രദ്ധിച്ച ഡേവിഡിന് ആവണി ഓക്കെ അല്ലെന്ന് തോന്നി. ആവണി ഡേവിഡ് വിളിച്ചിട്ട് ആവണി അതറിഞ്ഞില്ല എന്ന് കണ്ടതും അവളുടെ കയ്യിൽ കുലുക്കി വിളിച്ചു. ആവണി ഡോ. ആവണി ഞെട്ടിക്കൊണ്ട് ഡേവിഡിനെ നോക്കി. എന്താ സർ? താൻ ഏത് ലോകത്താണ്? തോൻ ഓക്കെ അല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോടോ? ഡേവിഡ് ചോദിച്ചു. കുഴപ്പമില്ല സർ, ഞാൻ ഓക്കെയാണ്. അത് തൻ്റെ ഇരിപ്പ് കണ്ടാലും പറയും. താൻ എന്താ ഇത്ര നേരം ഈ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നത്? ഡേവിഡ് ചോദിച്ചു. അത് പിന്നെ സാർ, ആവശ്യമുള്ളതൊന്നുമല്ലെന്ന് മനസ്സിലായി. എടോ, വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇപ്പോഴുള്ള സമാധാനം കളയരുത് കേട്ടോ താൻ. ഇപ്പോൾ താൻ ആലോചിച്ച് എന്തോ ആവട്ടെ, അത് തന്നെ ഹാപ്പി ആക്കുകയില്ലല്ലോ ചെയ്തത്. അതുകൊണ്ട് താൻ ഇനി അതാലോചിച്ചിരിക്കാതെ തൻ്റെ മൈൻഡ് റിലാക്സ് ആവുന്ന എന്തെങ്കിലും കുറിച്ച് ആലോചിക്കും. എന്നാലേ നമ്മൾ പുറത്ത് പോയതിനെ പറ്റിയോ, അതുമല്ല താൻ ഫോണോ അല്ല ഫയൽസ് വല്ലതും എടുത്ത് നോക്കുന്നേ. മനസ്സിലായോടോ? ഡേവിഡ് ചോദിച്ചു. എന്ന് മൂളിയ ശേഷം ആവണി വീണ്ടും പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവർ സൈറ്റിലെത്തി. അവർ അവിടെ എത്തി എല്ലാം നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഡേവിഡിൻ്റെ ഡ്രൈവർ തിടുക്കപ്പെട്ട് അവരുടെ അടുത്തേക്ക് വന്നത്. അയാളുടെ മുഖത്ത് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. സർ, എന്താ വർക്ക് ചേട്ടാ? അത് സർ, വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. മോൾക്ക് തീരെ വയ്യ, നന്നായി പനിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ഞാനെന്നാ വീട്ടിലേക്ക് പൊക്കോട്ടെ? ഡ്രൈവർ ഡേവിഡിനോട് ചോദിച്ചു. ആണോ, എന്നാ വർക്ക് ചേട്ടൻ പൊക്കോളൂ. ആ ചേട്ടാ, പൈസ വല്ലതും വേണോ? ഇല്ല സർ, എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഇത് വെച്ചോ. മോളെ കൊണ്ട് ഓട്ടോയിലൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, ടാക്സി ഇവിടെ എടുത്തോ എന്ന് പറഞ്ഞ് ഡേവിഡ് കുറച്ച് പൈസ എടുത്ത് വർക്ക് ചേട്ടന് കൊടുത്തു. പൈസയുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ മാനേജറിനെ വിളിച്ചോളൂ, മടി കാണിക്കണ്ട കേട്ടോ എന്നും ഡ്രൈവർ വർക്കിയോട് പറഞ്ഞു. ഡേവിഡ് അത് പറയുന്നതും അയാളോടുള്ള പെരുമാറ്റവും കണ്ട് ആവണി ഓർത്തു.
സാർ ഓഫീസിൽ കൽപ്പനാണെങ്കിലും നല്ലൊരു മനുഷ്യനാ. ചുറ്റുമുള്ളവരെ എത്ര കാര്യമായിട്ടാ ശ്രദ്ധിക്കുന്നത്. ശരിക്കും സാറിനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യവതിയായിരിക്കുമെന്ന്. ശരി സർ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡ്രൈവർ പോയി. അങ്ങനെ ആവണിയും ഡേവിഡും കൂടി സൈറ്റിലെല്ലാം നോക്കി. അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഓഫീസ് ടൈം കഴിഞ്ഞിരുന്നു. അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നതും ആവണിയുടെ ഫോണിലേക്ക് അഞ്ജുവിൻ്റെ കോൾ വന്നു. ആവണി ഫോൺ എടുത്തു. ഹലോ ഡി, ഇപ്പോൾ എത്തുമോ നിങ്ങൾ? അഞ്ജു ചോദിച്ചു. ഇല്ലടി, ഇവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. ഓഫീസ് എത്തുമ്പോഴേക്കും വൈകും, ആവണി അഞ്ജുവിനോട് പറഞ്ഞു. നീ പൊക്കോ, ഞാൻ ബസ്സിലോ മറ്റോ പോയിക്കോളാം. അല്ലടി അത്, നീ പൊക്കോടി. ശരി, നീ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കാനേ മറക്കല്ലേ. ആടി, ഞാൻ വിളിക്കാം. ശരി എന്നാ, സൂക്ഷിച്ചു പോണേടി. ആടി, ഓക്കെ എന്ന് പറഞ്ഞ് ആവണി ഫോൺ വെച്ചു കഴിഞ്ഞ് ഡേവിഡിനെ നോക്കി. നമുക്കെന്നാ പോവാം സർ. ഡേവിഡിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ആവണി കയറി. ഇനി ഡേവിഡിനെ ഡ്രൈവറാക്കി എന്നാ പരാതി കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഡോ, താൻ എന്തിനാ ബസ്സിൽ വീട്ടിൽ പോവാൻ പറഞ്ഞത്? അത് സർ, സാധാരണ അവളുടെ കൂടെയാണ് ഞാൻ പോവാറ്. ഇന്നിപ്പോൾ ടൈം ആയല്ലോ സർ, അതാ ഞാൻ ബസ്സിൽ പോവാൻ വെച്ചത്. ആവണി ഡേവിഡിനോട് പറഞ്ഞു. ആണോ? എന്നാൽ ശരി. താൻ എന്തായാലും ബസ്സിലൊന്നും പോണ്ട, ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം. ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അയ്യോ സർ, ഞാൻ ബസ്സിൽ പൊക്കോളാം. സാർ എന്നെ അടുത്ത സ്റ്റോപ്പിലും മറ്റും ഇറക്കിയാൽ മതി. അങ്ങനെ ഇപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പിലൊന്നും ഇറക്കി വിടാൻ പോകുന്നില്ല. ഇനി തൻ്റെ വീട്ടിലേ തന്നെ ഇറക്കുള്ളൂ. ഡേവിഡ് പറഞ്ഞു. അത് സർ, എൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ അതല്ല സാർ, ഞാൻ സാറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രത്യേകിച്ച് തൻ്റെ കാര്യത്തിൽ. തന്നെ ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നും തൻ്റെ കൂട്ടുകാരി അഞ്ജു അല്ലേ തന്നെ കൊണ്ടാക്കാറ്, ഇന്ന് ഞാൻ തന്നെ കൊണ്ടാക്കുന്നു, അത്ര തന്നെ അവളോട് പറഞ്ഞു. അപ്പോൾ ഡേവിഡിന് അവൾ ശരിക്കും ഒരു അധികാരമുള്ള പോലെയാണ് അവൻ്റെ സംസാരം. എന്ന് ഒരു മൂളൽ മാത്രമായിരുന്നു ആവണിയുടെ പ്രതികരണം. പിന്നീട് അങ്ങോട്ട് അവർക്കിടയിൽ നിശബ്ദത മാത്രമായിരുന്നു. ഡേവിഡ് ആ നിശബ്ദത ഭേദിക്കാൻ എന്നവണ്ണം സ്റ്റീരിയോ ഓൺ ചെയ്തു. സ്റ്റീരിയോയിൽ നിന്ന് ഒരു മനോഹരമായ സംഗീതം ആ കാറിലാകെ ഒഴുകി നടന്നു. എന്നെ താലാട്ടും സംഗീതം നീയല്ലവാ, ഉന്നെ സീരാട്ടും പൊന്നൂഞ്ചലാനല്ലവാ, ഉന്നെ മഴ അൻപതാ இல்லை தீ என்பதா, அந்த ஆகாயம் நிலம் காற்று நீ என்பதா, உன்னை நான் என்பதா. സ്റ്റീരിയോയിൽ നിന്നുള്ള ആ പാട്ട് കേട്ടപ്പോൾ ആവണി ഡേവിഡിനെ നോക്കി. അത് അവൾക്കായി ഡെഡിക്കേറ്റ് ചെയ്ത പോലെയൊരു സോങ് ആയിരുന്നു. ഡേവിഡും ആ സമയം ആവണിയെ നോക്കി. ഡേവിഡ് തന്നെ നോക്കുന്നത് കണ്ട് ആവണി വേഗം നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ടപ്പോൾ ഡേവിഡ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതെ, താനീ റോഡിൽ എത്ര മരമുണ്ട്, എത്ര കടയുണ്ട് എന്നെല്ലാം എണ്ണുകയാണോടോ? അത് കേട്ടതും ഡേവിഡിനെ നോക്കി ആവണി ചോദിച്ചു. എന്താ മനസ്സിലായില്ല സാർ പറഞ്ഞത്? അല്ല, താൻ വരുമ്പോഴും ഇപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതിൻ്റെ ഗുട്ടൻസ് എന്താ? തനിക്ക് എങ്ങനെയാടോ ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? തൻ്റെ സ്ഥാനത്തെ ഇപ്പോൾ എൻ്റെ അന്നമോൾ ആയിരുന്നെങ്കിലേ ഇപ്പോൾ എൻ്റെ ചെവി തല കേൾപ്പിക്കാതെ കലബില പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അന്നമോൾ എന്ന പേര് കേട്ടതും അത് ഡേവിഡിന് ഇഷ്ടപ്പെട്ട ആരോ ആണെന്ന് ആവണിക്ക് മനസ്സിലായി. ഇനി സാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിലോ എന്നോ ആലോചിച്ച് അവളുടെ ഉള്ളം ഒന്ന് നൊന്തു. എത്രത്തോളം സാറിന് ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ദിവസങ്ങളിൽ ഡേവിഡിനെ പോലെ അവളും അവനിൽ അടിമപ്പെട്ടിരുന്നു. അവൾക്ക് അന്ന ആരാ എന്ന് ചോദിക്കാതിരിക്കാനായില്ല. സാർ, ആരാ അന്നമോൾ? ആവണി ചോദിച്ചു. ഓ, തൻ്റെ നാവ് തിരിച്ചു കിട്ടിയോ?
അന്നമോളെ എൻ്റെ അനിയത്തിയാടോ. അത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ആവണിക്ക് ആശ്വാസമായത്. അവൾ ഡേവിഡിനോട് ചോദിച്ചു, സാറിന് അനിയത്തിയൊക്കെ ഉണ്ടോ? ആടോ, നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയില്ലല്ലേ? ഇല്ല സാർ. പക്ഷേ തന്നെ അവളെ എല്ലാവർക്കും അറിയാം. എന്നെയോ? അതെങ്ങനെ? ഞാൻ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ അപ്പച്ചന് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ PA സജസ്റ്റ് ചെയ്തത് അപ്പച്ചനാണ്. എന്തായാലും അപ്പച്ചൻ്റെ സെലക്ഷനെ തെറ്റിയില്ല. താൻ ഈ പോസ്റ്റിനെ കറക്റ്റ് ആപ്റ്റാ. ആവണി വെറുതെ ഒന്ന് ചിരിക്കുക മാത്രമാണ് അതിന് ചെയ്തത്. ഡോ തുമ്പി, തൻ്റെ ചിരി കാണാനേ നല്ല ഭംഗിയാട്ടോ, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. സാർ എന്നെ കളിയാക്കുവാണോ? അയ്യോ അല്ലടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. തൻ്റെ ഈ ചിരി കാണാനേ നല്ല രസാ. ഞാൻ എത്ര തവണ തൻ്റെ ചിരി നോക്കിയിരുന്നിട്ടുണ്ടെന്ന് അറിയോ? ഡേവിഡ് പറഞ്ഞു. അത് ഡേവിഡ് പറഞ്ഞതും അവൾ ആകെ ഞെട്ടി ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈശോയെ, ഈ കലിപ്പൻ കടുവ തന്നെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പഞ്ചാര അടിക്കുന്നേ? ഓഫീസിലും മറ്റും അറിഞ്ഞാലേ നല്ല രസമായിരിക്കും. ഈ സാർ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇയാളുടെ കണ്ണ് എന്നോടത് പറയുന്നുമുണ്ട്. അഞ്ജുവിന് സാറോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ മൊമെൻറ്റ്സൊക്കെ ഒന്ന് നല്ലോണം എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഒരു വീർപ്പ് മുട്ടലാണ്. ആവണി മനസ്സിലോർത്തു. ഡോ, തനിക്ക് ഓഫനേജിൽ തന്നെ താമസിച്ചൂടെ? എന്തിനാടോ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നേ? ബോറടിക്കില്ലേ? അത് സാർ, 21 വയസ്സ് വരെ അവിടെ താമസിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വിവാഹം കഴിച്ച് മാറണം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ജോബും കിട്ടിയിട്ട് അവിടെ നിന്ന് പോകണം. അതാ ഓഫനേജിലെ നിയമം. ഓഹോ, എന്തായാലും താൻ വിവാഹം കഴിച്ച് പോവാത്തത് നന്നായി, ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡേവിഡിൻ്റെ കണ്ണിലേക്ക് കുസൃതിയോടെ ആവണി നോക്കി. ആ സമയം ആവണിയുടെ ഫോൺ റിങ് ചെയ്തു. ഹോ, തൻ്റെ അഞ്ജു ആവുമല്ലേ? ഡേവിഡ് നിരാശയോടെ ചോദിച്ചു. അല്ല സാർ, ഇതെൻ്റെ അമ്മച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവണി സന്തോഷത്തോടെ ആ ഫോൺ എടുത്തു. ഹലോ ഹലോ അമ്മച്ചി, എവിടെയാ മോളെ നീ? പുറത്താണോ? ആ അമ്മച്ചി, ഞാൻ ഡേവിഡ് സാറിൻ്റെ ഒപ്പം ഒരു സൈറ്റിലേക്ക് വന്നതാ. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്, ആവണി അമ്മച്ചിയോട് പറഞ്ഞു. ആണോ? മഴ നന്നായിട്ട് കൂടിയല്ലോ മോളെ. മോളുടെ സാറ് വീട്ടിലാക്കോ? അമ്മച്ചി ആവണിയോട് ചോദിച്ചു. ആ അമ്മച്ചി, സാർ ആക്കാന്നാ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്കണേ. ആ അമ്മച്ചി, ഞാൻ വീട്ടിലെത്തിയിട്ട് അമ്മച്ചിയെ വിളിക്കാവേ എന്ന് പറഞ്ഞ് ആവണി ഫോൺ കട്ട് ചെയ്തു. ആരാടോ വിളിച്ചത്? ഡേവിഡ് ചോദിച്ചു. ഓ അതോ, അതെൻ്റെ അമ്മച്ചിയാണ് സാർ, എൻ്റെ സാറാമ്മച്ചി. എനിക്ക് 2-2.5 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആക്സിഡൻറ്റോടെ എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് എൻ്റെ അമ്മച്ചി. തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു ആളെ? ഡേവിഡ് ചോദിച്ചു. അതെ സാർ, എനിക്ക് ഒരുപാട് ഇഷ്ടം. എന്താണെന്നറിയില്ല, എൻ്റെ സ്വന്തം അമ്മച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ആ അമ്മച്ചി. ആ അമ്മച്ചിക്ക് ഞാനും സ്വന്തം മോളെപ്പോലെ തന്നെയാണ്. എന്നെ വലിയ കാര്യം അമ്മച്ചിക്ക്. ഓഹോ, തന്നെ സ്നേഹിക്കാൻ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. റോസി അമ്മച്ചി, മദർ അമ്മ, ഇപ്പോൾ അതാ ഈ സാറമ്മച്ചിയും. ഡേവിഡ് പറഞ്ഞു. ഒരു കാര്യം പറയട്ടെടോ, താനെ ഒരുപാട് ലക്കിയാണ്. സ്വന്തം അമ്മമാർ പോലും കുട്ടികളെ സ്നേഹിക്കാത്ത ഇക്കാലത്ത് തന്നെ സ്നേഹിക്കാനേ 3 അമ്മമാരെ കിട്ടിയിരിക്കുന്നത്. ഇനിയൊരു പെർഫെക്റ്റ് ഹസ്ബൻഡിനെയും കൂടി കിട്ടിയാൽ പൂർത്തിയാവും എല്ലാ കാര്യം. അതെന്തായാലും കിട്ടും. ഡേവിഡ് ചിരിച്ചുകൊണ്ട് ആവണിയെ നോക്കി. അവളുടെ റിയാക്ഷൻ എന്താണെന്നറിയാൻ അവൾക്ക് ഇച്ചിരി നാണൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോ, ഞാൻ കാറൊന്ന് കുറച്ച് നേരം ഒതുക്കിയിടുന്നുണ്ട്. ഈ മഴയത്തെ വണ്ടി എടുത്താൽ ചിലപ്പോൾ ശരിയാവില്ല. മഴ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പോവാം, എന്താ? ആവണിയോട് ചോദിച്ചു ഡേവിഡ്. ഓക്കെ സാർ, ആവണി മറുപടി കൊടുത്തു. കാർ ഡേവിഡ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. സത്യത്തിൽ ആവണിയോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് അങ്ങനെ ചെയ്തത്. അല്ല, ഈ തുമ്പിയുടെ ബോയ് പ്ലാൻസ് എന്തൊക്കെയാണോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. സർ, ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
ഇതുപോലെ അങ്ങോട്ട് പോയാൽ മതി എന്നേ ഉള്ളൂ, ആവണി ഡേവിഡിനോട് പറഞ്ഞു. ആണോ? അല്ല, അപ്പം തൻ്റെ ഓഫനേജിൽ ഒപ്പമുള്ളവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുക? അവരൊക്കെ വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് ഓഫനേജിൽ വരാറുണ്ടോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അത് സർ, ഞാൻ പറഞ്ഞല്ലോ അന്ന്, കുറേ പേർ വിവാഹം കഴിച്ചും മറ്റും പോയി, കുറച്ച് പേര് ജോലി കിട്ടിയും. ഇടയ്ക്ക് ചിലരെല്ലാം വരാറുണ്ട്, മദറമ്മയെ വിളിക്കാറുണ്ട്, പിന്നെ ചിലരൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അധികം കോണ്ടാക്റ്റ് ഒന്നുമില്ല ആരുമായിട്ടും. പിന്നെ ഇപ്പോൾ കുട്ടികൾ മാത്രം ആകെയുള്ള സമ്പാദ്യം എന്ന് പറയാൻ. എൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ എന്നെക്കാൾ വലുതായിരുന്നു, അതുകൊണ്ട് അവരെല്ലാം നേരത്തെ തന്നെ ഓഫനേജിൽ നിന്ന് പോയി. ഓഹോ, അവിടുത്തെ ചെറിയ കുട്ടിയാണ് താനല്ലേ? അതാണ് മദറമ്മയ്ക്കും റോസിയമ്മയ്ക്കും എല്ലാം തന്നെ ഇത്ര കാര്യം. ഡേവിഡ് പിന്നെയും ആവണിയെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കൂടുതലായി അവളെക്കുറിച്ച് അറിയുകയായിരുന്നു ഡേവിഡ് അതിലൂടെ. അവളെക്കുറിച്ച് അറിഞ്ഞ് അവളിലേക്ക് കൂടുതൽ അടുക്കാനായിരുന്നു അവൻ്റെ ശ്രമം. ഇനി ഡേവിഡിൻ്റെ ആവണിയുടെ സ്റ്റോറി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ ഗൈസ്, ഉടനെ തന്നെ, അതായത് 2 ദിവസത്തിൻ്റെ ഇടയിൽ എന്തായാലും അടുത്ത പാർട്ട് ഇടും കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വൈഷ്ണവി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അവളുടെ കമൻസിലൂടെ ഞങ്ങളുടെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.